ഇന്നുണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് കോഴിക്കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കണം. ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇച്ചിരി ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണോളം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അത് അപ്പോൾ നല്ല ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും മാവ്. അപ്പോൾ ഇത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ട് തിളച്ച വെള്ളം തന്നെ ഈ വറുത്ത് വെച്ച അരിപ്പൊടിക്കകത്തോട്ട് നൈസ് പൊടിയാണ് നമ്മൾ ഇതിനെടുക്കേണ്ടത്. ഈ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ എടുക്കണ പൊടി. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളം തന്നെ ഈ പൊടിക്കകത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് ആ പൊടി നമ്മൾ നല്ല തിളച്ച വെള്ളമല്ലേ, അപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഒരു മൂട് പരന്ന ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ചെറിയ കറിപ്പാത്രമോ എന്തെങ്കിലും വെച്ച് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചുടച്ച് തിരുമ്മി കൊടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഈ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കണോണ്ടാണ് ഈ പൊടി ഇത്ര സോഫ്റ്റായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കല്ല് പോലെ ഇരിക്കും കോഴിക്കോട്ട. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴും സോഫ്റ്റ്, വായിലിട്ടാൽ അലിഞ്ഞു പോകും. ഒരു മിഠായി കഴിക്കുന്ന ഒരു എഫക്റ്റായിരിക്കും ഈ കോഴിക്കോട്ട കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ഈ കയ്യിൽ ഈ പൊടി ഒട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇച്ചിരി നെയ്യ് എടുത്ത് വെച്ചേക്കണം. അതിങ്ങനെ കയ്യിലൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് വേണം ഉരുട്ടാനായിട്ട്. അപ്പോൾ ആ നെയ്യുടെ ടേസ്റ്റും ഇതിന് കിട്ടും, നമ്മുടെ കയ്യിൽ ഒട്ടുകയില്ല. എന്നിട്ട് അതിലേക്ക് ഇത് തേങ്ങയും ശർക്കരയും കൂടി വിളയിച്ച് വെച്ചതാണ്. ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് നമ്മളൊരിച്ചിരി ഏലക്ക പൊടിച്ചതും ജീരകവും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിൻ്റെ അകത്തോട്ടിട്ട്, അപ്പോൾ ശർക്കര തിളപ്പിക്കുമ്പോൾ അധികം വെള്ളം ഇട്ട് തിളപ്പിക്കരുത്. ആവശ്യത്തിന് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ തേങ്ങയും കൂടി ഇട്ടാൽ വേഗം വിളഞ്ഞ് കിട്ടും. അതിലേക്ക് നമ്മൾ ഏലക്കപ്പൊടിയും ജീരകവും കൂടി ഇട്ട്, അതും ഇതുപോലെ ജീരകവും ചതച്ചിട്ടത്, അതാണ് ഈ തേങ്ങയുടെ ഈ ഫില്ലിങ്ങായിട്ട് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ഈ കോഴിക്കോട്ട നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ അരിപ്പൊടി അത് വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നോക്ക് എത്ര സോഫ്റ്റാന്ന് നോക്ക്, കണ്ട ഇങ്ങനെ ഇരിക്കും. നമ്മൾ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ചൂടോടുകൂടി കുഴക്കണമെങ്കിൽ നമുക്ക് പൊടി മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിന് വേവിച്ച് കഴിയുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്ക് പ്രത്യേകിച്ച് ഇത് ഒത്തിരി ഇഷ്ടമാവും. കാരണം മിഠായി പോലെ ഇരിക്കും. അകത്താണെങ്കിൽ മധുരമാണ്, പുറത്തെ മാവാണെങ്കിൽ സോഫ്റ്റാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു പലഹാരമാണിത്. ഇച്ചിരി ടൈം എടുക്കും ഇത് ഉണ്ടാക്കാനായിട്ട്, പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി സാധനമാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇതുപോലെ തന്നെ ഈ സാധനം കൊണ്ട് വേണമെന്ന് വെച്ചാൽ പത്തിരിയും ഇതേപോലെ ഉണ്ടാക്കാം.